ഒന്ന്, തെളിവ് ആവശ്യമുള്ള നെവറിയായ കാര്യങ്ങൾ പറയും. സാങ്കേതികമായി നെവറിയായ ചില കാര്യങ്ങളുണ്ട്, ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കണ്ടു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. അതേ സമയത്ത് ഇസ്തിഫാള എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി, അതിലൂടെ അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഈ ആദരവ് ബഹുമാനം എന്നൊക്കെ പറഞ്ഞത് ഇസ്തിഫാളത്തിന്റെ പേരിൽ മതി, അതിന് പിന്നെ ദലീലിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ അറിയുന്നവർക്കൊന്നും അറിയാനിട്ടല്ല. രണ്ട് സാക്ഷി അല്ലെങ്കിൽ സഹീഹായ തുരീഖിലൂടെ ഉലമാരൊക്കെ എന്താണ് ഈ പറയാ? എല്ലാ ഉലമാരങ്ങനെ തന്നെ എതിരാവുമ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ് കണക്ക്. സഹീഹായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനൊന്നുണ്ട്. അതെന്തിനാ? ഒരു കാര്യം ഫർളാണ്, അതല്ലെങ്കിൽ ഒരു കാര്യം സുന്നത്താണ്, അല്ലെങ്കിൽ അത് ഹറാമാണ്, അതല്ലെങ്കിൽ കറാഹത്താണ്, അതല്ലെങ്കിൽ ഹലാലാണ് എന്നുള്ള ശറഈന്റെ ഒരു ഹുക്മ് സ്ഥിരപ്പെടണമെങ്കിൽ, ശറഈന്റെ അഞ്ചാലൊരു ഹുക്മ് സ്ഥിരപ്പെടണം എങ്കിൽ ഇസ്ലാം ശരീഅത്തനുസരിച്ച് ഒരുപക്ഷെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടണം, അതല്ലെങ്കിൽ സഹീഹായതോ ഹസനായതോ ആയ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം, അതല്ലെങ്കിൽ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെടണം, അതല്ലെങ്കിൽ ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെടണം. ഈ നാലാലൊന്നുകൊണ്ട് സ്ഥിരപ്പെട്ടെങ്കിൽ ഒരു കാര്യം വുജൂബാണോ സുന്നത്താണോ ഹറാമാണോ കറാഹത്താണോ ഹലാലാണോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ശറഈന്റെ അഹ്കാമുകൾ വിധിവിലക്കുകൾ സ്ഥിരപ്പെടണമെങ്കിൽ സഹീഹോ ഹസനോ ആയ ഹദീസ് വേണം, അല്ലെങ്കിൽ ഖുർആൻ, അതല്ലെങ്കിൽ ഇജ്മാ, അല്ലെങ്കിൽ ഖിയാസ്. എന്നാലേ ഹുക്ം സ്ഥിരപ്പെടുള്ളൂ. ഫമായില്ലല്ലോ എല്ലാവർക്കും അറിയാതെ ഒരു ഹുക്ം സ്ഥിരപ്പെടല്ലേ വുജൂബാണല്ലോ സുന്നത്താന്നല്ല. ഒരു കാര്യം പുണ്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്, ആദരവുള്ളതാണ്, ബഹുമാനിക്കപ്പെടുന്നതാണ്, സ്നേഹിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ് എന്നിങ്ങനെയുള്ള ഫളായിലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ലഈഫായതം മതി എന്ന് മുസ്ലിം ഉമ്മത്തിനിടയിൽ രണ്ടഭിപ്രായമില്ലാന്ന് ഇജ്മാ ആണെന്നാണ് ഇമാം നബവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. ഇതൊക്കെ അറിയാത്തോലായി പറയുന്ന അല്ല, ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. ഇനി അതും വേണ്ട. ബഹുമാനിക്കപ്പെടുന്ന വിശ്വാസയോഗ്യരായ ആദരണീയരായ വ്യക്തികൾ പറഞ്ഞാൽ അതനുസരിച്ചും എന്ത് ചെയ്യുക? ബഹുമാനിക്കുക, ആദരിക്കുക. കേട്ടണോ? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറമാടപ്പെട്ട എവിടെയാണ്? ഇറാഖിലെ കൂഫയിലെ എന്താ പറയാ ദാറുൽ ഇമാറ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്താണ്. നജ്ഫിലാണെന്നൊരു അഭിപ്രായമുണ്ട്, പക്ഷെ നജ്ഫിലാണെന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ്. നജ്ഫിലാണെന്നാണ് ശിയാക്കൾ പറയുന്നത്. ഇന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറ എന്ന പേരിൽ നജ്ഫിൽ വലിയ പ്രസിദ്ധമായ മഖ്ബറുണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും സിയാറത്തിന് പോകുന്നുണ്ട്. പക്ഷേ അത് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറയാണ് എന്നുള്ളതാണ് ചരിത്രം. മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ ആ ബാട്ടിക്ക് അടുക്കൂല. എന്നാൽ ദാറുൽമാറയിൽ നിന്നും, കൂഫയിലെ ദാറുൽമാറയിൽ നിന്നും ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് സ്ഥാനം രാജിവെച്ച് മദീനയിലേക്ക് അഹ്ലു ബൈത്തീങ്ങളാവുന്ന കുടുംബസമേതം തിരിച്ചു പോന്നപ്പോൾ നേരത്തെ നിർമ്മാണപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട മൃതശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു മദീനത്ത് ഫാത്തിമ ബീവിയെ മറവട്ട് കിടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് മറമാടിയിട്ടുണ്ട് എന്നൊരഭിപ്രായം ചരിത്രത്തിലുണ്ട്. പക്ഷേ അത് ലൈഫായ ചരിത്ര. അവിടെ മറവാടപ്പെട്ടു എന്നുള്ളത് ഓക്കെ, അവിടുന്ന് പോരുമ്പം കൊണ്ടുവന്നു എന്ന ചരിത്രം ലൈഫായ വാർത്ത. എന്നാലും സിയാറത്തുകൾ വിവരിക്കുന്ന ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നത് ബഖിയയിൽ സിയാറത്തിൽ ചെല്ലുമ്പോ ഫാത്തിമ ബീവിക്ക് സലാം പറയുന്ന കൂട്ടത്തില്, ഹസൻ റളിയല്ലാഹു തആല സലാം പറയുന്ന കൂട്ടത്തില്
അബ്ബാസ് റളിയല്ലാഹു അൻഹു സലാം പറയുന്ന കൂട്ടത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സലാം പറയുന്ന സുന്നത്താണ്. വൈഫായ ഒരു അഭിപ്രായമേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ വേറൊന്ന്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല മുറിച്ചെടുത്തു കർബലയിൽ. ആ തല എവിടെ മറമാടി? ഡമസ്കസിലാണ് എന്ന് പ്രശസ്തമായ ചരിത്രങ്ങളും പലരും പറയും. ചരിത്രകാരന് തലസ്ഥാനം ഡമസ്കസിലായിരുന്നു, അവിടെയാണ് മറമാടപ്പെട്ടത്. ഈ ഒരു കൂട്ടർ പറയുന്ന അല്ല, ഈജിപ്ത് കൊണ്ടുപോയിട്ട് മറമാടി. ഈജിപ്തിൽ നിങ്ങൾ പോയി കണ്ടില്ലേ, വലിയ പ്രശസ്തമായ ജാറവും മഖ്ബറയും ബിൽഡിങ്ങും ആയിരക്കണക്കിന് ആളുകൾ ദിവസവും അവിടെ സിയാറത്ത് ചെയ്യുന്നു. മഷ്ഹദ് ഹുസൈൻ എന്ന പേരിൽ ചരിത്രപരമായി ഒരു രേഖയിലില്ല, ഒരു രേഖയില്ല, വൈഫായ രേഖയില്ല. മുസ്ലിം ചരിത്രത്തിൽ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട ശിരസ് ഈജിപ്തിൽ കൊണ്ടുവന്ന് മറമാടി എന്ന് ചരിത്ര പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഡമസ്കസിലാണെന്ന് വലിയൊരു ഭാഗം പറയുമ്പോ വേറൊരു കൂട്ടർ പറഞ്ഞു അതിൽ വൈത്ത് സ്ത്രീകളെയും ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ഉൾപ്പെടെയുള്ളവരെ മദീനയിലേക്ക് യസീദ് അയച്ചു, ആദരപൂർവ്വം തന്നെ അയച്ചു. ഈ അയച്ച കൂട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയും ഉണ്ടായിരുന്നു. ഉമ്മ ഫാത്തിമ ബീവിയുടെ സമീപത്ത് ജ്യേഷ്ഠൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു സമീപത്തായിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസ് മറമാടപ്പെട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ബഖീൽ സിയാറത്ത് ചെയ്യുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു സലാം പറയൽ സുന്നത്തുണ്ട്. അത് സഹീഹായ വലത്തോട്ട് തുപ്പാത്ത ആളുകളിൽ നിന്നുള്ള റിവായത്തൊന്നുമല്ല, അങ്ങനെ ഒരു അഭിപ്രായം ചരിത്രത്തിലുണ്ട് എന്നുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ആദരവിന്റെ ബഹുമാനത്തിന്റെ ഭാഗമാ, അത് മതി. ആ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പേരിൽ നേരത്തെ ഞാൻ പറഞ്ഞേക്ക് ചരിത്രത്തിന്റെ ഒരു രേഖയില്ലാത്ത അഷ്ഹദ് ഹുസൈനിയിൽ വലിയ വലിയ മഹാന്മാരായ ആലിമീങ്ങളും ഔലിയാക്കന്മാരും സിയാറത്തിനുമുണ്ട്. ചരിത്രത്തിനൊരു പിൻബലമില്ല. എന്നാലും വലിയ വലിയ പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും അഷ്ഹദ് ഹുസൈനിയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ സിയാറത്ത് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ബഹുമാനത്തിന്റെ പേരിലാണ്, ആദരവിന്റെ പേരിലാണ്. ഇതൊക്കെ അറിയാത്തവരൊന്നുമല്ല ഇത് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാരങ്ങനെ പറയുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് കടന്നറിയാലോ, എന്റെ വിഷയമല്ല. നേരത്തെ ഒരു 6 വർഷം മുമ്പ് ഡൽഹിയിൽ ബർക്കാത്തി സാദാത്യങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട അവർ മദീനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ദീനീ പ്രബോധനാവശ്യാർത്ഥം വന്നവരാ. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാദാത്യങ്ങൾ. അങ്ങനെ ഡൽഹിയിൽ അവർ താമസമാക്കുകയും അവിടെ ഇന്നും അവരുടെ പരമ്പര നിലകൊള്ളുകയും ചെയ്യുന്ന ബർക്കാത്തി സാദാത്യങ്ങളിൽപ്പെട്ട ഒരു സയ്യിദ് അവരുടെ കൈവശം പാരമ്പര്യമായി സൂക്ഷിച്ചു പോന്നിരുന്ന ഷറഫാക്കപ്പെട്ട ഒരു തിരുകേശം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഖലാസ്, ഇയാളൊരു തങ്ങളാണ്, കൊടുത്ത ആള് സയ്യിദാണ്, പാരമ്പര്യം അറിയപ്പെട്ട തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. മദീനയിൽ നിന്ന് ദീനി പ്രബോധനാർത്ഥം നേരത്തെ വന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുൾപ്പെടെയുള്ള അഹ്ലു ബൈത്തിന്റെ പിന്തലമുറക്കാരനാണ്. ആള് പറയുന്നു, ഞങ്ങൾ ഉപ്പാപ്പമാര് വന്ന സമയത്ത് അവരുടെ കൈവശം സൂക്ഷിച്ചു വന്നിരുന്ന തിരുകേശം അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ AP അബൂബക്കർ മുസ്ലിയാരെ അവരെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ബഹുമാനപൂർവ്വം ഏറ്റെടുത്ത് മർക്കസിൽ തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്തു. 6 കൊല്ലായത്. അതിന്റെ സനത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതാണ് അതിന്റെ വേറെ കടലാസിലേക്ക് സനതുണ്ട്, അതല്ല വിഷയം. ഇവിടെ മുസ്ലിം ഉമ്മത്തിന് വേണ്ട സനത് എന്താണ്? വിശ്വാസയോഗ്യനായ അഹ്ലു ബൈത്തിൽപ്പെട്ട ബഹുമാനിക്കപ്പെടുന്ന ഒരു തങ്ങള് അയാള് പറയുന്നു,
ഇത് എന്റെ ഉപ്പാപ്പമാര് മുഖേന ഞങ്ങൾക്ക് കിട്ടിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിപ്പാണ്. ഈ ബഹുമാനിക്കപ്പെടുന്ന ഒരു തങ്ങൾ സയ്യിദ് അങ്ങനെ പറയൂല, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയൂല എന്ന ഉത്തമ വിശ്വാസത്തിന്റെ പേരിൽ അതിനെ സന്ദർശിക്കുകയോ അതിനെ ബഹുമാനിക്കുകയോ അതിനിട്ട വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാൻ ഇസ്ലാം ദീനിൽ വേറെ തെളിവിന്റെ ആവശ്യമില്ല. കൊടുത്ത ആള് സയ്യിദാണ്, മഹാനാണ്, അവരുടെ പാരമ്പര്യം സാദാത്യങ്ങളാണ്, അവര് പാരമ്പര്യമായി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ്. അതുകൊണ്ട് ഇത് തിരുനബികളുടെ തിരുശേഷിപ്പായതുകൊണ്ട് ബഹുമാനവും ആദരവും എല്ലാം നിലനിർത്തിക്കൊണ്ട് തബറുക്കിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ഇത് തന്നെ അതിൽ വിശ്വാസം. നേരത്തെ പറഞ്ഞേക്ക് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ബഖീൽ വെച്ചിട്ട് സലാം പറയും പോലെയോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് സലാം പറയും പോലെയോ കൂട്ടിയാ മതി. മഹാന്മാര്, സ്വാലിഹീങ്ങൾ, സാദാത്യങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ അംഗീകരിക്കുന്നു. ഇനി ഒരാൾക്കത് പോരാ, പോണ്ട, ഹരാസ് കഴിഞ്ഞു. ഒരാൾക്ക് വിശ്വാസം വരുന്നില്ല, മാഫി മുഷ്കില പ്രശ്നമില്ല, നിങ്ങൾ വിശ്വസിക്കണ്ട. ഇസ്ലാമിൽ അത് മതി. ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ പോലെയുള്ള ആളുകൾ പറഞ്ഞ വാക്ക്, ആ വാക്ക് സ്വീകരിച്ചാൽ തന്നെ അതിനെ വിശ്വസിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ഇസ്ലാമിൽ വകുപ്പുണ്ട്. രണ്ടാമത്തേത്, അപ്പോഴാണല്ലോ ഒച്ചപ്പാട് പ്രശ്നമായത്. രണ്ടാമത്തെ, ആദ്യത്തെ തന്നെ കുറച്ചൊച്ചപ്പാട് ഉണ്ടായിരുന്നു, പിന്നെ വല്ലാതെ പൊങ്ങിയിട്ടില്ല. രണ്ടാമത്തേത് അൻസാരികളിൽപ്പെട്ട ഔസ് ഹസ്റജ്, ഇങ്ങനെ രണ്ട് ഗോത്രമാണല്ലോ അൻസാരികളുള്ളത്. അതിൽപ്പെട്ട ഹസ്റജ് ഗോത്രക്കാരായ സഹാബത്തിന്റെ പിന്തലമുറക്കാർ, അതിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, അതിലാർക്കും തർക്കമില്ല. കിതാബുകൾ, ധാരാളം കിതാബുകൾ രചിച്ച ചെറുപ്പക്കാരനാണെങ്കിലും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, അതിൽ സഹാബത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട അൻസാരികളായ ഹസ്റജ് ഗോത്രക്കാരാണ് എന്ന കാര്യത്തിലും ആർക്കും ലോകത്ത് തർക്കമില്ല. അങ്ങനെയുള്ള ഒരു അൻസാരിയായ മനുഷ്യൻ, ഒരു ആലിമായ മനുഷ്യൻ പറയുന്നു, എനിക്ക് എന്റെ പാപ്പമാര് മുഖേന ഞങ്ങളുടെ കുടുംബത്തിൽ സംരക്ഷിച്ചു പോരുന്ന ഈ തിരുശേഷിപ്പ്, അതിനെ ബഹുമാനിക്കും ആദരിക്കുകയും അതിന് വേണ്ടതുപോലുള്ള സംരക്ഷണവും കൊടുക്കണം എന്ന് ഞാൻ ഇതുവരെ ഞങ്ങൾ പാരമ്പര്യമായി സംരക്ഷിച്ചു പോന്ന ഈ ഉത്തരവാദിത്വം നിങ്ങളെ ഒരു അമാനത്തായി ഏൽപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു എന്ന് ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ച് മഹാലോക പണ്ഡിതന്മാരെ മുൻനിർത്തി കൊടുത്തു. ഇയാൾ പറഞ്ഞത് ഒരു പക്ഷേ കളവാണെങ്കിൽ അയാൾ അള്ളാഹു നോക്കിക്കോട്ടെ, നമുക്കെന്താ. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു കളവ് പറയേണ്ട വല്ല സാഹചര്യവും ആ മനുഷ്യനുണ്ടോ? അതുമാണ് നമ്മളൊന്ന് ചെറുതായി. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാൾക്ക് സാമ്പത്തികമായി വല്ല നേട്ടം കിട്ടുമോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇയാൾക്ക് എന്തോ സാമ്പത്തിക ദുരുദ്ദേശം നോക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക പ്രശസ്തിയും അംഗീകാരവും കിട്ടുമോ? കിട്ടുന്നത് പോവുകയല്ലേ, അയാളടുത്തുള്ള ഒറ്റയ്ക്ക് കൊടുത്താൽ ഉള്ളത് പോവുകയല്ലേ. അപ്പൊ അയാൾക്ക് ഇതുകൊണ്ട് സാമ്പത്തികമായൊരു നേട്ടവും കിട്ടാനില്ല, പ്രത്യേകമായൊരു ബഹുമാനമോ അംഗീകാരമോ പ്രശസ്തിയോ ഇതുകൊണ്ട് അയാൾക്ക് ലഭിക്കാനില്ല. അങ്ങനെ അന്തസ്സിന്റെ പ്രശ്നമോ സമ്പത്തിന്റെ പ്രശ്നമോ ഇതിന്റെ പിന്നിലില്ല എന്ന് സൂര്യപ്രകാശം പോലെ വെളിവായ നിലക്ക് അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഈ ജനലക്ഷങ്ങളെ മുൻനിർത്തിയും ഈ ആലിമീങ്ങളെ സാക്ഷി നിർത്തിയും കളവ് പറയുമോ? നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല. കളവ് പറയുകയാണെങ്കിൽ ഈ ജനലക്ഷങ്ങളുടെ മുന്നിൽ സ്വകാര്യമായിട്ട് ബർക്കാത്തി സാദാത്യങ്ങൾ നേരിട്ട് കൊടുത്ത പോലെ കൊടുത്തല്ലത്, ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ച് ലോക പ്രശസ്തരായ ഉലമാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത്
അതുകൊണ്ട് അയാൾക്ക് നേട്ടം എന്ത് സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സംശയിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്തസ്സിനോ അഭിമാനത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വല്ല വളർച്ചയും കിട്ടുമെങ്കിലും ഓക്കെ.